ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ദോശയുടെയും പുട്ടിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഈസി മുട്ട തിളപ്പിച്ചത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ ഒരു ഉള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റാം. ഒരു ഇളം ബ്രൗൺ നിറാവുന്ന വരെ വഴറ്റിയെടുക്കാം. അതിനുശേഷം 1 സ്പൂൺ മുളക് പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ ഒരു തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ തക്കാളിയൊക്കെ വഴറ്റി ഉടഞ്ഞു വരുമ്പോൾ അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കുക. ഈ വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതിന് ശേഷം ഇത് ഇളക്കാനൊന്നും പാടില്ല. എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇങ്ങനെ വേവിച്ചെടുത്താൽ മുട്ട തിളപ്പിച്ച് റെഡിയാവും.